പണ്ടാറടങ്ങാനായിട്ട് എപ്പം നോക്കിയാലും ഈ പൊണ്ടാറടക്കളയിൽ തിരിയാനൊക്കെ നേരമുള്ളൂ. ഒരു ഗ്യാസ് കണ്ടി എത്ര ദിവസമായി ഒന്ന് മേടിച്ചുകൊണ്ടിരാ തന്തൊക്കെ മോനിക്ക് പറ്റിയോ? ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുണ്ടാക്കാനും ഇങ്ങനെ 3 നേരം വന്നിട്ട് ഇങ്ങനെ മുഴുങ്ങും കൊടുക്കാനും ഞാൻ ഉണ്ടല്ലോ. വെച്ച് 3 നേരം മാത്രം വെച്ചാൽ മാത്രം മതി. എങ്ങനെ ഉണ്ടാക്കണത് ഒന്നും ചിന്തയില്ല. മനുഷ്യന് അലർജിയാണെന്ന് ഒരു 100 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്യാസ് കഴിഞ്ഞെന്നുള്ളത് ഒരാഴ്ചയായി പറയുന്നു. ഇങ്ങോട്ട് അതിൻ്റെ ബീഫ് പണ്ടാർക്കിട്ട ആയിട്ടില്ല. വെച്ചുണ്ടാക്കും. തിരുമ്പണം, തുറക്കണം, ഒരു 100 കൂട്ടം പണിയുണ്ട്. ചോറായല്ലോ. എന്താ ബീഫായില്ല? ബീഫ് ഈ കണക്കിന് പോണെങ്കിൽ ആവും. ഏടി ഉപ്പ് എത്ര നേരമായി ചോറ് കഴിക്കാൻ നിക്കണേ? ഒന്ന് കൊടുത്തൂടെ? ഇതേ മനുഷ്യ എന്നെ കൂടെ പറയിക്കാൻ നിക്കണ്ട. മനുഷ്യന്മാരുടെ ഇവിടെ ഗ്യാസിലാണ്, അതിനുള്ളിൽ കുറച്ച് ബീഫും. ഓ ഗ്യാസ് എടിയാ, വയസ്സായ ആളാണ്, അത് കൂടി ഉള്ളു എനിക്ക് ബാക്കി. അപ്പൊ ഞാൻ ഇതൊക്കെ കൂടിട്ട് ശ്വസിച്ചിട്ട് ഇനി രാത്രിക്ക് ശ്വാസം മുട്ടിട്ടെങ്കിലും ഞാൻ കിടത്തി ഉറക്കില്ല. നോക്കിക്കോ, എന്റെ ഉമ്മയൊക്കെ പണ്ട് കാലത്തെ ഈ വിറകടുപ്പ് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അണക്ക് മാത്രം ഒരു ഗ്യാസ് ഇനി കുറച്ചു കാലത്തിന് കൊണ്ടുവരുന്നില്ല. ആ വിറക് വരയിലൊന്ന് പോയി നോക്ക്, കണ്ടമാനം വിറകാണ് എടുക്കുന്നത്. ഒക്കെ നാശായി പോവല്ലേ. അതൊക്കെ തീരട്ടെ, എന്നിട്ട് സാവകാശം നമുക്ക് ഗ്യാസ് കൊണ്ടുവരാം. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഞാൻ വെച്ചുണ്ടാക്കില്ല, അത്രേ ഉള്ളൂ. ഈ വെച്ചുണ്ടാക്കിയില്ലെങ്കിൽ ഈ ഒരിട്ടി മുഴുങ്ങൂല്ല. ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കും, ഇവിടെ പട്ടിണി എടുക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴി കിടക്കുന്ന തന്തയോട് മാത്രമേ ഉള്ളൂ അത്ര തന്നെ ഉള്ളൂ. എനിക്ക് എന്റെ ഒപ്പ തന്നെ വലുത്. നിങ്ങളോട് പെണ്ണിട്ടാനി ഞാൻ പറഞ്ഞ പെണ്ണിട്ടാനി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആര് പറഞ്ഞ എന്നോട് ഇങ്ങനെ ബുദ്ധിമുട്ടി നിക്കാൻ? പൊയ്ക്കോളിയും കുട്ടി, പൊയ്ക്കോളി. എന്ത് ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് വേറെയും പെണ്ണിട്ടു. ചിന്താഗതി അതാണല്ലോ. അല്ലെങ്കിലും നമ്മൾ ആൾക്കാർക്ക് തന്നെ ഒന്നിന് കഴിഞ്ഞാൽ അടുത്തേ വേറുണ്ടല്ലോ. ആയിക്കോട്ടെ, സഹിക്കേണ്ടി വരും. അപ്പൊ അത്ര തന്നെ. സഹിക്കലുമില്ല. ആര് സഹിക്കണങ്ങളൊക്കെ? ഇക്കിപ്പ എന്റെ കേട് മനസ്സിലായി. ഗ്യാസിലല്ല വിറകടുപ്പിൽ വെക്കണ ആ ഒരു ചൊരുക്കുണ്ടല്ലോ, അതാണ് പ്രശ്നം. അപ്പോഴേ അത് ചെയ്തോളുക. വിറകടുപ്പ് എന്നെ ഇനി ഇവിടുന്ന് കണ്ടുണ്ടാവുള്ളൂ. മതി നിങ്ങൾ വല്ലാണ്ട് മലയാളം ഭാഷ കളിക്കാതെ നിങ്ങൾ പാടിക്ക് പോവാൻ നോക്ക്. ഇതിനുള്ളിൽ മനുഷ്യന്മാര് കൊറേ പണിയെടുത്ത നടു ഓടിക്കണ്. നിന്റെ കാര്യം കാണുന്ന ആർക്കും അറിയണ്ടല്ലോ. നിങ്ങളിവിടെ എന്ത് സഹായിക്കാറ്? ഈ 3 നേരം വരുമ്പോ വാപ്പാടെ വെക്ക മോളെ ചോറായില്ലേ പറയണില്ല. ഞാൻ ബാക്കി ഞാൻ എന്താ സഹായിക്കണ്ട? എനിക്ക് ജോലിക്ക് പോണല്ലോ. അനക്ക് ഇവിടെ എന്താ പണി? ഫുഡൊക്കെ ഉണ്ടാക്കുക തന്നെ. അനക്ക് വയ്യാതിരിക്കാണ് വെച്ചെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെ വെയ്യാണ്ടിരിക്കും. പിന്നെ ഞാൻ എന്റെ കുടുംബത്തേക്ക് പോയിട്ട് 6 മാസമായി. ഈ 6 മാസം എന്റെ അമ്മ വിളിയോട് വിളി തന്നെ. നിങ്ങൾ പറഞ്ഞാ ഉമ്മാനം കണ്ടു കൊണ്ടുവരാനോ? പിന്നെ ആരാന്റെ പേരെ ഒന്നിരിക്കലും എന്റെ അമ്മക്ക് പണി. അപ്പൊ ഇത് ആരാന്റെ പേരെയാണെന്ന് അനക്കൊരു തോന്നലുണ്ട്. അതാണ് എന്റെ പ്രശ്നം. ആദ്യം നിങ്ങൾ ഇന്നെ ഇതിനുള്ളിൽ ഒരാളാക്കണം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്തക്കും ഉന്നേരം ഉരുട്ടി മിണിങ്ങി തരാനുള്ള വസ്തു മാത്രം. ഞങ്ങൾക്ക് മാത്രല്ലല്ലോ, ഇയ്യും തിന്നില്ലേ? എന്താ കുഴപ്പം? പ്രശ്നം എന്താ എനിക്ക് മനസ്സിലാവാൻ? വയസ്സായ ഉപ്പാനെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞെന്റെ മോളെ, എന്തൊക്കെ ഒന്ന് പറഞ്ഞു. മക്കളെ കൊണ്ടേക്കൂടെ? നിങ്ങൾ മാത്രം തന്നെ മോളെ മോനായിട്ടുള്ളത്. വേറെ മോളും മോനും വീട്ടിൽ തന്നെ. ഇത് നിന്റെ തറവാടാണ്, ഇവിടെ തന്നെ ഉപ്പ നിക്കുള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി 10 തട്ടാളല്ല എന്റെ ഒപ്പം. എന്റെ കാര്യം നോക്കിക്കോ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ വാപ്പാനെ മോനങ്ങോട്ട് നോക്കിക്കോ. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുതൽ നോക്കാന്. ആ തന്തൊക്കെ തിന്നാൻ കൊടുക്കാനും ആ തന്തൊക്കെ ഒന്നും ചെയ്യാനെ കൂടെ പറ്റൂല. അതെ, ഈ എത്ര ചലച്ചിട്ടും കാര്യമില്ല. ഈ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്നതൊക്കെ ചെയ്യേണ്ടി വരും. അതല്ല ചേച്ചി എന്റെ ഇടയ്ക്ക് പോയിക്കോ. ഞാൻ പോയിക്കോ. അതന്നെ ഒരു വീട്ടില് ഒരു വിറകടുപ്പ് നിർബന്ധം. പിന്നെ ആരാ നോക്കണ? ഞാൻ വേറെ ആളെ കൊണ്ടുവരാൻ. അപ്പൊ ഈ ഇവിടുന്ന് പോകും വേണം. സന്തോഷം. എത്രയും പെട്ടെന്ന് ഒന്ന് ഒഴിവായി തന്നാ മതി. സ്വൈര്യം സുഖം ഉണ്ടാവും. മനുഷ്യന് മനസമാധാനം തരില്ല. എപ്പോ നോക്കി പോയോ? അല്ലെങ്കിലും എന്റെ കാര്യം കേൾക്കപ്പെടാ ആരുള്ളത്? 24 മണിക്കൂർ ആ തന്തയുടെ പിന്നാലെ നടക്കലാണ് ഈ കെട്ട മനുഷ്യന്റെ പണി. തന്തക്ക് തിന്നാൻ കൊടുക്കണം, തന്തക്ക തിന്നണം, തന്തയുടെ രസം തിരുമ്പണം. എന്താ വിഷമിട്ട് തരും തന്തേ. കൊണ്ടിന്
വിളിക്കും. മണിക്കൂർ തീർന്നു. ഇപ്പൊ എങ്ങനെയായത് എന്താ മോളെ അവിടെ ഒച്ചപ്പാടൊക്കെ? നിങ്ങക്ക് നിങ്ങളുടെ മോനോട് പറഞ്ഞൂടെ ആ ഗ്യാസ് ഒന്നും മേടിച്ചു തരാന്? ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ. അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള മറന്നതാവില്ലേ? അപ്പൊ നാളെ മറ്റന്നാൾ കിട്ടുമോ? വേണ്ടാന്ന് വെച്ചിട്ട് മനഃപൂർവ്വമാണ്. എനിക്ക് അലർജി അല്ലേ, ഇപ്പൊ തന്നെ തലവേദനിച്ച് നിക്കാൻ വയ്യ. പോന് മനഃപൂർവ്വല്ലേ? അത് പോനെ ഇങ്ങനെ മറന്നാണ്ടാവും. അതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ഒച്ചമ്പിളി ഉണ്ടാക്കണ്. നല്ലോനാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ മോനെ നല്ലോണം കൂട്ടാനെന്താ? കൂട്ടാനൊന്നുമില്ല, അങ്ങോട്ട് തിന്നാ മതി. അസറുവാ ഇജ്ജ് കഴിക്കണില്ലടാ? ബീഫ് ഉണ്ട്. ഇജ്ജ് കഴിക്കണില്ലേ? ഞാൻ കഴിക്കുന്നു. അയ്യോ ഒക്കെ പഴിച്ചിട്ട് വയ്യാതാ.